ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇന്ന് സൺഡേ ആണ്. ഞാൻ ഇവിടെ ഭാരതീയർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ എന്താ പറയുക, ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സൺഡേ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ വന്നിട്ട് ഇത് എൻ്റെ റൂമല്ല, എൻ്റെ റൂം അപ്പുറത്താണ്. ഇത് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമാണ്. അവൾ നാട്ടിൽ പോയിരിക്കുക. അപ്പോൾ എൻ്റെ റൂമിൽ പിള്ളേരിയ്ക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ അതെങ്ങനെ എന്താണെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ വന്നിട്ട് കൊഡീഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് എന്താ പറയുക, ഒരു ബുക്ക് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബുക്ക് ഫെസ്റ്റിന് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയല്ല, അതിന് മുന്നത്തുള്ള ആഴ്ച ഞങ്ങൾ പോയിട്ടുണ്ടായി. അപ്പം അന്ന് പോയപ്പോൾ വാങ്ങിയ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. ഈ ബുക്ക് വന്നിട്ട് എന്താ പറയുക, ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ ഗൂഗിളിലൊക്കെ നല്ല റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ ബുക്ക് ഞാൻ വാങ്ങിച്ചു. പിന്നെ വന്നിട്ട് ലൈസൻസ് ടു ഡ്രീം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്, അന്ന ജേക്കബ്സിൻ്റെ. അത് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോബി മാർച്ച് വിൽ യു ലീവ് ഫോർ എവർ, ഈ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബുക്ക് വന്നിട്ട് ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് ഞാൻ മീഷോയിൽ മേടിച്ചൊരു ബുക്കാണ്, അൺഫിനിഷ്ഡ് പറഞ്ഞിട്ട്, നമ്മുടെ പ്രിയങ്ക ചോപ്രയുടെ അൺഫിനിഷ്ഡ് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. ഈ ബുക്കാണ് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക്, പ്രിയങ്ക ചോപ്രയുടെ. പിന്നെ വന്നിട്ട് ഈ ഒരു സാധനം കണ്ടു. ഇതെനിക്ക് വന്നിട്ട് എന്താ പറയുക, കാണാൻ എന്താണെന്ന് എനിക്കറിയില്ല. ഇത് വന്നിട്ട് ബുക്ക് മാർക്ക്. ഞങ്ങൾ ഇത് വാങ്ങാൻ പോയ ടൈമിൽ ഒരു ഏട്ടന് തന്ന ബുക്കാണ്, തന്ന ബുക്ക് മാർക്കാണ് ഫ്രീ ആയിട്ട്. അപ്പോൾ പുള്ളിക്കാരനെ എനിക്കിത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ വായിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം, കമൻ്റ് ഇട്ടാൽ മതി. പിന്നെ വന്നിട്ട് ഇതിന് ഞാൻ വാങ്ങിയത് ഓഫറിനാണ് കേട്ടോ. ഔട്ട്കാസ്റ്റിൻ്റെ ഒറിജിനൽ പ്രൈസ് അവർ കൊടുക്കുന്നത് 200 രൂപയാണ്. പിന്നെ വന്നിട്ട് ലൈസൻസ് ടു ഡ്രീമിന് 150 രൂപയാണ് അവർ കൊടുക്കുന്നത്. പിന്നെ ഈ ബുക്കിന് ബേബി മാർച്ച് വിൽ യു ലീവ് ഫോർ എവർ, ഈ ബുക്കിന് അവർ വന്നിട്ട് 499 റുപ്പീസാണ് അവർ കൊടുക്കുന്ന റേറ്റ്. പക്ഷെ എനിക്ക് ഓഫറിനാണ് കിട്ടിയത്. അതായത് ഏതെങ്കിലും 3 ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 250 രൂപ എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ. ആ ഓഫറിനാണ് ഞാൻ ഈ 3 ബുക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിന് എത്രയായിരുന്നു, 170 എങ്ങാണ്ടായിരുന്നു മീഷോന്ന് മേടിച്ചത് ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള എൻ്റെ ബുക്ക് കളക്ഷൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വായിച്ചതിന് ശേഷം ഞാൻ റിവ്യൂ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ എൻ്റെ അസൈൻമെൻറ്റ് ഞാൻ കുറച്ചിങ്ങനെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളൂ. എനിക്ക് വന്നിട്ടുള്ള ടോപ്പിക്ക് വന്നിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്നാണ്. അപ്പം ഞാനൊന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ, എന്താ പറയുക, ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ സിനിമ കാണാമെന്ന് വിചാരിച്ചു. ചുപ്പ് എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ചുപ്പ് സിനിമ കാണാമെന്ന് വിചാരിച്ചു. റിവെഞ്ച് ഓഫ് ദ ആർട്ടിസ്റ്റ് എന്നാണ് അതിൻ്റെ മറ്റേ സാധനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ മൂവി കണ്ടു, ചുപ്പ് എന്നായിരുന്നു മൂവിയുടെ പേര്. എന്നിട്ട് അടിപൊളി മൂവി, ഒരു സൈക്കോപാത്തിൻ്റെ മൂവിയാണ്. കുഴപ്പമില്ല, നല്ല മൂവി കേട്ടോ, എനിക്കിഷ്ടമായി. ഇനി വലിയ പരിപാടിയൊന്നുമില്ല, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അതെന്നുള്ളൂ. അപ്പം ഇന്നത്തെ ദിവസം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നമുക്കിവിടെ വെച്ച് നിർത്താം. ബൈ ബൈ.